1 കൊരിന്ത്യർ 4:20 പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 4:20 നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ്. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ ആകുന്നു. ഈ വാക്യം സാധാരണഗതിയിൽ നമ്മളൊരു ഉണർവ് പ്രസംഗത്തിന് ഇൻട്രഡക്ഷനായിട്ട് വായിക്കുന്ന ഒരു വാക്യമാണ്. ബാംഗ്ലൂർ പോയിട്ട് ഞാനൊരു ഉണർവ് പ്രസംഗികനായി എന്ന് നിങ്ങളാരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്, ആയിട്ടില്ല ഇതുവരെ. ഈ വാക്യം ഞാനിങ്ങനെ കുറച്ച് നാളായിട്ട് ഈ ഒരു വാക്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അർത്ഥമുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു വാക്യം കൂടെ വായിച്ചാൽ കുറച്ചുകൂടെ നമുക്കൊരു ക്ലാരിറ്റി വരുമെന്ന് തോന്നുന്നു. 2 തിമോത്തിയോസ് 3:5 1 തൊട്ടത് കണ്ടിന്യൂസ് ആണ്, നമുക്ക് അറിയാവുന്ന ഒരു വേദഭാഗമാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക എന്ന് തുടങ്ങുന്ന ആ ഒരു വേദഭാഗമാണ്. നമുക്കതിലോട്ട് വരാമെങ്കിൽ അതിൽ 5-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിക്കാമോ? 2 തിമോത്തിയോസ് 3:5 മാത്രം. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അതിൽ ആ ഒരു ഭാഗം നിങ്ങൾ നോക്കി അറിയാം. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. ഈ 2 വാക്യത്തിലും വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് ശക്തി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ഭക്തിയുടേതായ ഒരു ശക്തി, ഈ ഇതിനെക്കുറിച്ചാണ് വീണ്ടും വീണ്ടും പറയുന്നത്. നമ്മൾ എന്താണ് ദൈവരാജ്യത്തിൻ്റെ ശക്തി, അല്ലെങ്കിൽ ദൈവവചനത്തിലല്ല ദൈവരാജ്യത്തിൻ്റെ ശക്തിയിലാണ് കാര്യമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് ആദ്യമായിട്ട് ഓടി വരുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം അറിയാം. നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു. നമ്മൾ കൈയടിക്കുന്നതും പാട്ട് പാടുന്നതും അത്ഭുതങ്ങൾ നടക്കുന്നതും അടയാളങ്ങൾ നടക്കുന്നതും ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ശക്തി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ വരുന്നത്. അല്ലെങ്കിൽ അഭിഷേകം ലഭിച്ച സമയത്ത് നമ്മൾ അനുഭവിച്ചൊരു ശക്തി, ഇത് നമ്മുടെ ഉള്ളിൽ നമുക്ക് ആദ്യം ശക്തി എന്ന് പറയുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അതാണ്. പലപ്പോഴും ഈ വചനം എല്ലാവരുടെ അടുത്ത് ഉപയോഗിക്കുന്നതും അതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ വാക്യത്തിൻ്റെ ശരിയായ അർത്ഥം അതല്ല. നമുക്കതിൻ്റെ ഒരു പുറകിലോട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ദൈവരാജ്യത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ അത് നമ്മൾ ആദ്യമായിട്ട് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ആ ഒരു ദിവസം നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതൊരു ഓർഡറിൽ പറയുകയാണെങ്കിൽ ആദ്യം എന്താണ്? പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, എല്ലാവരും ആത്മാവിൽ നിറഞ്ഞു, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി, ഒരുപാട് ബഹളം ഒച്ചയൊക്കെ ഉണ്ടായി, പിന്നെന്താണ്, ആൾക്കാർ ഓടിക്കൂടി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്നത്തെ ദിവസം സംഭവിച്ചു. പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. ഇതെല്ലാം കഴിഞ്ഞു, ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. അടുത്ത ദിവസം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ നമ്മൾ പറയും അപ്പോസ്തലന്മാർ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അത്ഭുതങ്ങൾ നടന്നു, ഭൂതങ്ങൾ വിട്ടുപോകാൻ തുടങ്ങി, രോഗികൾ സൗഖ്യമായി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ആദ്യ നൂറ്റാണ്ടിലെ സഭ ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഇതെല്ലാം ചെയ്തു. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരുടെ മേൽ വന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നപ്പോൾ അവരിത് മാത്രമാണോ ചെയ്തത്? നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ പറയാറുണ്ട്. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഇത് മാത്രമാണ് അവർ ചെയ്തത്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് വരും എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞതിൽ എവിടെയെങ്കിലും പറഞ്ഞായിരുന്നോ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കും, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് വിടുതലുണ്ടാവും, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കും? അങ്ങനെയല്ല കർത്താവ് പറഞ്ഞു. കർത്താവ് പറഞ്ഞ 2 കാര്യങ്ങൾ എനിക്ക് പ്രധാനമായിട്ട് ഓർമ്മയുള്ളത് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ഓർമ്മ കാണും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? സാക്ഷികളാകും. അതൊന്നാമത്തെ കാര്യം പറഞ്ഞു. വേറൊരിടത്ത് പറഞ്ഞു എന്താണ്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഇതാണ് കർത്താവ് പറഞ്ഞിട്ട് പോയ 2 കാര്യങ്ങൾ. പരിശുദ്ധാത്മാവ് വന്നപ്പോഴത്തേക്ക് ആദ്യം നടന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അതിന് ശേഷം നടന്നതും ഞാൻ അധികം ആരും പ്രസംഗിച്ച് കേട്ടിട്ടില്ലാത്തതുമായ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാർ അവർ കൂടിയിരുന്നപ്പോൾ അന്നുണ്ടായിരുന്ന ആദിമസഭയിലെ അവിടുത്തെ മെമ്പേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസികൾ അല്ലെങ്കിൽ അവിടുത്തെ ശിഷ്യന്മാർ അവർക്കുള്ളതെല്ലാം വിറ്റു അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. നമ്മൾ ഇതും പരിശുദ്ധാത്മാഭിഷേകവുമായിട്ട് ഒരിക്കലും കണക്ട് ചെയ്യാറില്ല. അത്രയും നാൾ അവരവിടെ ഉണ്ടായിരുന്നു, പ്രാർത്ഥന സമയത്ത് അവരുണ്ടായിരുന്നു. അഭിഷേകം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കുള്ളതെല്ലാം അവർ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. ഇതിനും അഭിഷേകത്തിനും എന്തെങ്കിലും ഒരു ബന്ധമുള്ളതായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കില്ല, കാരണം ചിന്തിച്ചാൽ ബുദ്ധിമുട്ടാണ്. ഇന്ന് പല ആൾക്കാരും അതുപോലെ ചെയ്യിപ്പിക്കാറുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെയുള്ളയിടത്തൊന്നും പോകരുത്. നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് എടുത്ത് അപ്പോസ്തലൻ്റെ കാൽക്കൽ കൊണ്ടുവയ്ക്കുക എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. ദയവ് ചെയ്ത് പോകരുത്. നമ്മൾ വചനം കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാവും.
ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന പല സ്ഥലങ്ങളുമുണ്ട്. പക്ഷേ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാഭിഷേകം വന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ആ ശക്തി ലഭിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവർ പ്രകടനമായിട്ട് അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നപ്പോൾ. അതാ നമ്മൾ പറയുന്നത് അവർ അന്യഭാഷകളിൽ നിറഞ്ഞു, അവർ കരങ്ങളടിച്ചു, അല്ലെങ്കിൽ ഒരച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു. പിന്നീട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ആ ഒരു ശക്തി മറ്റുള്ളവരുടെ ജീവിതത്തെ തൊട്ടു, രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ വിടുവിക്കപ്പെട്ടു, അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അകത്ത് ആ ശക്തി പ്രവർത്തിച്ചപ്പോഴത്തേക്ക് ആ ശക്തി ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെട്ടത് എവിടെയാണെന്നറിയാമോ? ലോകത്തിൽ നിന്ന് വേർപെട്ട് മാറിയിരിക്കുവാൻ. അതിൻ്റെ ഒരു ഇനിഷ്യൽ എക്സ്പ്രഷനായിരുന്നു അവർ ഈ സാധനങ്ങളെല്ലാം വിറ്റിട്ട് എനിക്ക് ഈ ലോകത്തുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ദൈവസഭ അല്ലെങ്കിൽ ദൈവരാജ്യം അല്ലെങ്കിൽ എൻ്റെ സഹോദരനെ സഹായിക്കുവാനായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ ഈ ശക്തി ഉള്ളിൽ വരുമ്പോൾ ഈ കെട്ടൊന്ന് പൊട്ടുന്നതാണ്. ലോകവും നമ്മളും തമ്മിലുള്ള ആ ഒരു ബന്ധം വിട്ടുമാറുന്നതാണ്. ഞാൻ ആദ്യം വായിച്ച ആ ഒരു വാക്യം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നല്ലാണ്ട് ആ വാക്യം മാത്രം എടുക്കുമ്പോഴാണ് നമ്മൾ വായിക്കുന്നത് എന്തുവാണ്? ദൈവരാജ്യം വചനത്തിലല്ല. നിങ്ങൾ ഇംഗ്ലീഷിൽ അത് വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് അർത്ഥം മനസ്സിലാവും. അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന വചനം എന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്ന വചനമല്ല. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം കുറച്ച് നാൾ മുമ്പ് ഞാൻ ഒരു തർക്കം ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിൽ എവിടെയോ ആണ്. ഈ വചനം പഠിപ്പിക്കുന്നതിലല്ല അഭിഷേകത്തിലാണ് കാര്യം എന്ന് പറഞ്ഞ് ഒരു വലിയൊരു തർക്കം ഞാൻ കണ്ടായിരുന്നു. അതിന് എടുത്തു വച്ചിരിക്കുന്ന വാക്യം ഇതാണ്: വചനത്തിലല്ല ശക്തിയിലാണ്, വചനത്തിലല്ല ശക്തിയിലാണ്. അതിൻ്റെ മുമ്പിലും ശേഷവും നിങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അറിയാം അപ്പോസ്തലൻ അവിടെ പറയും. ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തെ വാക്യം വായിച്ചാലും ഇതിൻ്റെ കാര്യം മനസ്സിലാവും. അതായത് ഒരുപാട് പേര് ആ സഭയിലിരുന്നിട്ട് അപ്പോസ്തലന്മാരെ കുറ്റം പറയുകയും ഒരുപാട് കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പിലുള്ള ആ ഒരു അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, ഞങ്ങളിതെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാനിനി അടുത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെയൊക്കെ പ്രവൃത്തി എന്താണെന്നാണ് നോക്കുന്നത്. നിങ്ങളിരുന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെ നമ്മുടെ ഇന്നത്തെ ഒരു കൊളോക്കിയൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പറയും. അപ്പോസ്തലൻ പറയുന്നത്, ഡയലോഗ് അടിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. നിങ്ങൾ ജീവിക്കുന്നുണ്ടോ? നിങ്ങളുടെ സാക്ഷ്യം എന്താണ്? ആ കോണ്ടെക്സ്റ്റിലാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത് ദൈവരാജ്യം വചനത്തിലല്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കൃത്യമായിട്ട് പറയുന്നത് നോട്ട് ഇൻ മിയർ വേർഡ്സ്. നിങ്ങളുടെ വാക്കുകളിലല്ല, നിങ്ങൾ വെറുതെ വാഗൊണ്ട് പറയുന്നതിലല്ല ദൈവരാജ്യം, നിങ്ങളുടെ പ്രവൃത്തിയിലാണ്, നിങ്ങളുടെ ആ ശക്തിയിലാണ് ആ കാര്യം ഇരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതേ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ നേരത്തെ വായിച്ച 2 തിമോഥെയോസിൽ വരുമ്പോഴും അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക, മനുഷ്യർ സ്വസ്നേഹികളും അങ്ങനെ ആ ഒരു തുടങ്ങുന്ന കാര്യമുണ്ടല്ലോ, ദ്രവ്യാഗ്രഹികളും മുമ്പ് പറയുന്നവരും, ഇതെല്ലാം പറഞ്ഞിട്ട് അന്ത്യകാലത്ത് ഈ സ്വഭാവങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത് അവർക്ക് ഭക്തിയുടെ വേഷം ഉണ്ടാകും, പക്ഷേ ശക്തി കാണില്ല. ആ ശക്തി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ലോകത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള കഴിവില്ലാത്തവരായിരിക്കും. ഭക്തിയുടെ വേഷമുണ്ട്. പള്ളിയിൽ പോകുന്നുണ്ട്, നമ്മൾ ആരാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രസംഗിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പുറമേ നിന്ന് കാണുന്ന എല്ലാവർക്കും ഭക്തിയുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് എന്നെ കാണുമ്പോൾ തോന്നും, എന്ത് ഭക്തിയുള്ളൊരു ചെറുക്കൻ. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് ഫ്രണ്ടിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഭക്തിയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എല്ലാവരുടെയും കാര്യം ഇതാ. ഞാൻ അതൊരു തമാശയായിട്ട് പറഞ്ഞതാണ്. ചിലപ്പോൾ പെട്ടെന്ന് അത് നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ദേഷ്യം വന്നു വരും. പക്ഷേ നമ്മുടെ പ്രവൃത്തി, നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, ദൈവത്തിന് മുമ്പിൽ നമ്മുടെ സാക്ഷി എന്താണ്, നമ്മുടെ സഹോദരങ്ങളുടെ മുമ്പിൽ നമ്മുടെ സാക്ഷി എന്താണ്? അതിൽ 2 തിമോഥെയോസിൽ എടുത്തു പറയുന്നൊരു കാര്യമാണ് ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി. നമ്മൾ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ നേരത്തെ പാടി, യാത്ര ചെയ്യും ഞാൻ ക്രൂശയെ നോക്കി, അന്ത്യശ്വാസം വരെ ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് വരുമ്പോൾ കർത്താവും പറഞ്ഞിട്ടുള്ള ഇതേ കാര്യം തന്നെയാണ്, എൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക. ഇതിനെ നമ്മൾ മയപ്പെടുത്തി കർത്താവ് പരിശുദ്ധാത്മാവിനെ അയച്ചപ്പോഴും പറഞ്ഞു, ഈ പരിശുദ്ധാത്മാവിനെ തരുന്നത് നിങ്ങൾ സാക്ഷിയായിട്ട് ജീവിക്കാനുള്ള ബലത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. ആദിമ നൂറ്റാണ്ടിലെ സഭ ആ ഒരു അഭിഷേകത്തിൻ്റെ നിറവിലാണ് അവരാ പീഡകളിലൂടെയും കൊടിയ കഷ്ടങ്ങളിലൂടെയും എല്ലാം പിടിച്ചു നിന്നത് ആ പരിശുദ്ധാത്മാഭിഷേകം ഉള്ളിലുണ്ടായിരുന്നപ്പോഴാണ്. കർത്താവ് അതിനെ പറഞ്ഞിട്ട്, പരിശുദ്ധാത്മാഭിഷേകം നിങ്ങൾക്ക് ഉള്ളിലുണ്ടെങ്കിൽ
നിങ്ങൾ എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് പോയി നിർത്തിയാലും അവിടെ വെച്ച് എന്ത് പറയണം, എന്ത് ചെയ്യണമെന്ന് ടെൻഷൻ അടിക്കേണ്ട. ആത്മാവ് നിങ്ങളെ എന്താണ് സംസാരിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ തരും. ഇതിനു വേണ്ടി ഒരു ക്രിസ്തീയ ജീവിതം വിജയമായി വിശ്വാസത്തോടുകൂടെ അല്ലെങ്കിൽ ധൈര്യത്തോടുകൂടെ ജീവിക്കുവാൻ വേണ്ടി തന്ന അഭിഷേകത്തെ നമ്മൾ പിടിച്ച് വലിച്ച് എവിടെ കൊണ്ട് നിർത്തിയെന്നറിയാമോ? നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണമെങ്കിൽ, കടഭാരം മാറണമെങ്കിൽ, പാരമ്പര്യ ബന്ധനങ്ങൾ മാറണമെങ്കിൽ, അതിനല്ല ദൈവാത്മാവിനെ നമുക്ക് തന്നത്. നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കുമായിരിക്കും, നിങ്ങൾക്ക് ലോകത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കും. പക്ഷേ പിശാച് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളെ ഈ ലോകത്തിൽ കെട്ടിയിടാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാതിരിക്കുമ്പോൾ, നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാതിരിക്കുമ്പോൾ, നിങ്ങൾ എവിടെ ആയിരിക്കുമ്പോഴും അതിനുവേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാതെ തന്നെ നമ്മളെന്താണ്, ലോകവുമായിട്ട് പലപ്പോഴും നല്ല രീതിക്ക് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. അതിൽ അവസാനത്തെ ഒരു കടുങ്കെട്ടാണ് ആത്മീയതേനെയും കൊണ്ട് എവിടെ കൊണ്ട് കെട്ടിയിടും? ലോകവുമായിട്ട് കെട്ടിയിടും. ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ പള്ളിയിൽ വരുന്നത് എന്തിനു വേണ്ടിയാണ്? എൻ്റെ എയിം എന്താണ്? എൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവവചനം വചനത്തിലല്ല, അല്ലെങ്കിൽ എൻ്റെ വാക്കിലല്ല, ഞാൻ വാ കൊണ്ട് പറയുന്നതിലല്ല, ഞാൻ എന്ത് കാണിക്കുന്നതിലല്ല, എൻ്റെ പ്രവൃത്തിയിലാണ്, എൻ്റെ സാക്ഷ്യത്തിലാണ്. ഇതിലാണ് എൻ്റെ ജീവിതം ഇരിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഒരു ദൈവം മുമ്പിൽ ദൈവം എന്നെ അളക്കുന്നത് ആ ഒരു രീതിയിലാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴത്തേക്ക് നമുക്കെല്ലാവർക്കും വളരെ നാച്ചുറലായിട്ട് ഒരുപാട് ബലഹീനതകളും ഒരുപാട് ബുദ്ധിമുട്ടുകളുമുണ്ട്. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഭൂമിയിലോട്ട് ഒരു വലിവുണ്ട്, അല്ലെങ്കിൽ ഒരു അട്രാക്ഷനുണ്ട്. അതെന്താണെന്ന് അറിയാലോ അല്ലേ? ആത്മീയർ പറയും അത് പിശാചാണെന്ന് പറയും. അല്ലല്ല, ഗ്രാവിറ്റിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഗുരുത്വാകർഷണം. ഭൂമിയിലുള്ള എല്ലാ സാധനങ്ങൾക്കും ഭൂമിയോട്ട് ഒരു വലിവുണ്ട്. പക്ഷേ എയ്റോപ്ലെയിന്, റോക്കറ്റ് പോലുള്ള സാധനങ്ങൾ ഇതിനെ കവച്ചു വെച്ചാണ് മുകളിലോട്ട് പോകുന്നത് അല്ലേ? നിങ്ങൾ ഈ കഴക്കൂട്ടം ഭാഗത്തോട്ട് പോയിട്ടുള്ള, ഞാൻ പരസ്യം പറയല്ല, ഒരു ഹോട്ടലുണ്ട് കഴക്കൂട്ടം ഭാഗത്ത്. അവിടെ പോകുമ്പോൾ ആ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു എയർപോർട്ടിനെ പോലെ ഒരു ഹാങ്ങറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്തൊരു എയ്റോപ്ലെയിൻ നിൽപ്പുണ്ട്. അവിടെ നിങ്ങൾക്ക് അതിൻ്റെ ചുറ്റും ഇരുന്ന് കഴിക്കാം, അകത്തൊക്കെ കയറി ഇരുന്ന് കഴിക്കാം. അത് കാണാനൊക്കെ ഒറിജിനൽ പോലെ ഇരിക്കും, നല്ല രസമാണ് കാണാൻ. ടയറൊക്കെ നല്ല രീതിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊരിക്കലും പറക്കത്തില്ല, അനങ്ങത്തോലുമില്ല. അതവിടെ തന്നെ നിൽക്കും. കാണാനൊക്കെ അടിപൊളിയാണ്, പക്ഷേ അതവിടെ നിന്ന് അനങ്ങത്തില്ല, അതവിടെ തന്നെ നിൽക്കും. അവിടെ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ വേറെ കുറച്ച് എയർപ്ലെയിനുണ്ട്, അത് പറക്കും. കാരണം എന്തറിയാമോ? അകത്തൊരു ഇന്ധനമുണ്ട്, അകത്തതിനെ പ്രവർത്തിപ്പിക്കാനുള്ളൊരു മെക്കാനിസം ഉണ്ട്. നമുക്കെല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിലോട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് ലോകത്തിലോട്ടുള്ളൊരു വലിവുണ്ട്. അത് പല രീതിയിൽ നമ്മൾ പിയർ പ്രഷർ എന്നൊക്കെ പറയുന്നത്, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സമൂഹത്തിലുള്ളവർ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് മാറ്റുവാനൊരു ബുദ്ധിമുട്ട് തോന്നും. നമ്മുടെ ചുറ്റിനും നമ്മുടെ കണ്ണിന് ഇൻപം തരുന്ന, അല്ലെങ്കിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളെ വിട്ടുമാറുവാൻ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. ആ ബുദ്ധിമുട്ടിനെ ജയിക്കുവാനാണ് അഭിഷേകം ദൈവം നമ്മുടെ ഉള്ളിൽ തരുന്നത്. ദയവ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ എഴുതണം. ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അഭിഷേകം ഇതിനാണ്, അല്ലെങ്കിൽ അഭിഷേകം അതിനാണെന്ന് പറഞ്ഞാൽ അത് ബൈബിളിലുണ്ടോ എന്നും കൂടെ നോക്കിക്കോണം. പുതിയ നിയമം നിങ്ങളുടെ അടുത്ത്, ഞാൻ ഈ പറയുന്ന എല്ലാത്തിലും ഞാനൊരു ഡിസ്ക്ലെയിമറും കൂടെ ഞാൻ താഴെ എഴുതി വയ്ക്കാം. ദൈവകൃപയാൽ അഭിഷേകം പ്രാപിച്ച ഒരാളാണ് ഞാനും. ആത്മനിറവിൽ ആരാധിക്കുന്നതും കൈയടിക്കുന്നതും അന്യഭാഷ പറയുന്നതും മണിക്കൂറുകൾ ദൈവത്തെ സ്തുതിക്കുന്നതും ഇതെല്ലാം എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഞാൻ ഈ പറയുന്നതിനൊന്നിനും അതിലൊന്നും ഒരു കാര്യമില്ല എന്നൊരർത്ഥം ദയവ് ചെയ്ത് ആരും എടുക്കരുത്. അതെല്ലാം ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയ്ക്ക് നമുക്കെല്ലാം സന്തോഷം തരുന്നൊരു കാര്യമാണ്. പലപ്പോഴും നമ്മളങ്ങനെ ആരാധിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കാറുണ്ട്, നമ്മുടെ ഉള്ളിൽ പല വിടുതലുകൾ നടക്കാറുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതൊന്നിനെയും ഞാൻ തള്ളി പറയുന്നതല്ല, കാരണം എനിക്ക് വ്യക്തിപരമായ അനുഭവമുള്ള ഒരാളാണ്. പക്ഷേ അതിനുവേണ്ടി അല്ല, അല്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കുകയാണ്, പുതിയ നിയമം നിങ്ങളെടുത്ത് വായിച്ചു നോക്കുക. അപ്പോസ്തലന്മാർ എത്ര ഇടത്ത് നിങ്ങളുടെ രോഗസൗഖ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്, എത്ര ഇടത്ത് നിങ്ങളുടെ കടഭാരം മാറുന്നതിനെക്കുറിച്ച് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വിടുതൽ കിട്ടുന്നതിനെക്കുറിച്ച് എത്ര ഇടത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ആ പുതിയ നിയമത്തിലുള്ള പുസ്തകങ്ങളെല്ലാം എടുത്തിട്ട് അതിനെ നിങ്ങളൊരു ഓരോരോ വചനത്തിനെയും ഓരോരോ കാറ്റഗറിയിലോട്ട് നിങ്ങൾ മാറ്റുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്
ഏത് കാറ്റഗറിയിൽ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചുള്ള വാക്യങ്ങളായിരിക്കും? വിശുദ്ധിയെക്കുറിച്ച്, കർത്താവിന് വേണ്ടി ഒരുങ്ങുന്നതിനെക്കുറിച്ച്, ഈ ലോകത്ത് സാക്ഷിയായിട്ട് ജീവിക്കുന്നതിനെക്കുറിച്ച്. ആർക്കെങ്കിലും പറയാൻ പറ്റും എനിക്കൊരു 210 വാക്യം അല്ലെങ്കിൽ ഒരു 1000 വാക്യമുണ്ട് രോഗസൗഖ്യത്തെക്കുറിച്ചുള്ളതെന്ന്? ഇല്ല. ഏറ്റവും ചെറുതെന്ന് കാണുന്ന പല കാര്യങ്ങളാണ് നമ്മൾ ഊതി പെരുപ്പിച്ച് വലുതായിട്ട് കൊണ്ടു നടക്കുന്നത്. അതൊരു സൈഡിൽ കൊണ്ടു നടക്കേണ്ട ആൾക്കാർ കൊണ്ടു നടന്നുണ്ട്. പക്ഷേ നമുക്കൊരു ക്ലാരിറ്റി വേണം. ആത്മാഭിഷേകം ദൈവം എനിക്ക് തന്നിരിക്കുന്നത് ഈ ലോകത്ത് ഞാൻ വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ, അല്ലെങ്കിൽ ലോകത്തെ വിട്ടകന്ന് ജീവിക്കുവാൻ, വേർപാടോടുകൂടെ ജീവിക്കുവാനാണ് ദൈവം അഭിഷേകം എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നത്. അന്ത്യകാലത്ത് മനുഷ്യർ ഭക്തിയുടെ വേഷം ധരിക്കുന്നവരായിരിക്കും. അന്ത്യകാല സഭയെക്കുറിച്ച് വെളിപ്പാടിൽ പറയുമ്പോഴും അത് തന്നെയാണ് പറയുന്നത്. നിനക്ക് എല്ലാം ഉണ്ടെന്നാണ് നിൻ്റെ വിചാരം, പക്ഷെ നിനക്കതൊന്നുമില്ല. കാരണം പുറമേ നോക്കുമ്പോൾ നിനക്ക് തന്നെ തോന്നുവാണ് എന്താണ്, എല്ലാം ഉണ്ട്. അങ്ങനെ തോന്നുന്ന കാരണം എനിക്ക് മാത്രം തോന്നല്ല, ഒരുപക്ഷെ ചുറ്റുമുള്ളവരും പറയുന്നത് എന്തായിരിക്കും, ഓ നീയൊരു വിശുദ്ധനാണ്, നീയൊരു നല്ലൊരു മനുഷ്യനാണ്, നീയൊരു തികഞ്ഞവനാണെന്ന് ചുറ്റുമുള്ളവരും പറയുന്നുണ്ടായിരിക്കും. പക്ഷേ മോളിൽ നിന്ന് കർത്താവ് നോക്കിയിട്ട് പറയാം, കുഞ്ഞ് ഇതൊന്നുമല്ല സത്യം, നിനക്ക് വേഷം മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. പഴയ നിയമത്തിൽ നമ്മൾ പുതിയ നിയമത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കൊരു നിഴൽ നമ്മൾ പഴയ നിയമത്തിൽ കാണാറുണ്ടെന്ന് പറയുമല്ലോ. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്നു വരുവാണ്. ഇസ്രായേൽ ജനം എന്ന് പറയുന്ന അറിയാം, നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മുടെ ഇന്നത്തെ സഭയുടെ ഒരു നിഴലാണെന്ന് നമ്മൾ പറയാറുണ്ട്. അവർ ചെങ്കടലിലൂടെ കയറിയപ്പോഴത്തേക്ക് അല്ലെങ്കിൽ മേഘത്തിൻ്റെ കീഴിൽ നടന്നതെല്ലാം സ്നാനത്തിന് മുൻകുറിയാണ് നമ്മൾ പറയാറുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ കണ്ട ജനമാണ്. ദൈവം വിടുവിക്കുന്നത് കണ്ടാണ്. അവർക്ക് വേണ്ടിയാണ് കർത്താവ് പിച്ചള സർപ്പത്തെ ഉയർത്തിയത്. അതിന് യേശുക്രിസ്തുവിൻ്റെ ഒരു നിഴലായിട്ട് ഒരിടത്ത് അത് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളിലൂടെ തലമുറകളായിട്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ കീഴിൽ നടന്ന ജനം, അവർ ചെയ്ത പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൽ 2 ഗോത്രക്കാർ, പ്രത്യേകിച്ച് രൂബേന്യർ, ഗാദ്യർ എന്ന് പറയുന്ന 2 ഗാദ് ഗോത്രം, ഗാദ്യർ അല്ല ഗാദ് ഗോത്രം, ഈ 2 ഗോത്രം ചെയ്ത ഒരു പ്രത്യേക കാര്യം മാത്രം ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അവർ തലമുറകളായിട്ട് മരുഭൂമിയിലൂടെ നടന്ന് അവസാനം വാഗ്ദത്ത നാടിൻ്റെ അടുത്തെത്തിയപ്പോഴത്തേക്ക് അവർ മോശയോട് ഒരു റിക്വസ്റ്റ് വെച്ചു. സംഖ്യാപുസ്തകത്തിലാണ് അതൊക്കെ ഉള്ളത്. സംഖ്യാപുസ്തകം 32-ാമത്തെ അധ്യായത്തിലോട്ട് പോകുമ്പോൾ അവർ അടുത്ത് ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോശയുടെ കാലം കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യേണ്ടത്? അവർ അപ്പുറത്ത് പോയിട്ട് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്ത ദേശം അവർ സ്വന്തമാക്കണം. അതാണ് ഇനി അവരുടെ മുമ്പിൽ ബാക്കിയുള്ള ഒരേ ഒരു കാര്യം. ആ സമയത്ത് ഒരു റിക്വസ്റ്റ് ചെയ്യും. 32 സംഖ്യാപുസ്തകം 32-ന്റെ 1 തൊട്ട് 5 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാമോ? എന്നാൽ രൂബേന്യർക്കും ഗാദ്യർക്കും എത്രയും വളരെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. അവർ യസേർ ദേശവും ഗിലെയാദ് ദേശവും ആടുമാടുകൾക്ക് കൊള്ളാകുന്ന സ്ഥലമെന്ന് കണ്ടിട്ട് വന്നു മോശയോടും പുരോഹിതനായ എലയാസാറിനോടും സഭയിലെ പ്രഭുക്കന്മാരോടും സംസാരിച്ചു. 3-ാമത്തെ വാക്യം നമ്മൾ സ്കിപ്പ് ചെയ്യാം, അത് കുറേ സ്ഥലത്തിൻ്റെ പേരുകൾ മാത്രമാണ്. 4-ലോട്ട് പോകാമോ? എന്നിങ്ങനെ യഹോവ ഇസ്രായേൽ സഭയുടെ മുമ്പിൽ ജയിച്ചടക്കിയ ദേശം, ആടുമാടുകൾക്ക് കൊള്ളാകുന്ന പ്രദേശം, അടിയങ്ങൾക്കോ ആടുമാടുകൾ ഉണ്ട്. അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരേണം, ഞങ്ങളെ യോർദാൻ അക്കരെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞു. ആ റിക്വസ്റ്റ് കണ്ടായിരുന്നോ? തലമുറകളായിട്ട് അവർ യാത്ര ചെയ്തതും അവരിറങ്ങിയപ്പോഴും അവരുടെ ദർശനം എന്തായിരുന്നു? വാഗ്ദത്ത ദേശം. ആ വാഗ്ദത്ത ദേശത്തിന് അടുത്തെത്തിയപ്പോഴത്തേക്ക് അവർ തിരിഞ്ഞ് വെച്ചൊരു റിക്വസ്റ്റാണ്, ഞങ്ങളെ വാഗ്ദത്ത ദേശത്തോട്ട് കൊണ്ടുപോകരുതേ. കാര്യം എന്താ? ഞങ്ങൾക്ക് ആടുമാടുകളുണ്ട്. ഞങ്ങളുടെ ആടുമാടുകൾക്ക് പറ്റിയ സ്ഥലം ഏതാ? ഇതാ. ഞങ്ങളുടെ ആടുമാടുകൾക്ക് പറ്റിയ സ്ഥലം ഇതാ. ഇത് ആരുടെ തന്ത്രമാണെന്നറിയാമോ? ഇതാദ്യമായിട്ട് ഈ ബുദ്ധി ഇസ്രായേലർക്ക് കൊടുക്കുന്നത് ഫറവോനാണ്. നിങ്ങൾ ആരാധിച്ചോ, നിങ്ങൾക്ക് ആരാധിക്കണമെന്നല്ലേ പറയാം, നിങ്ങൾ ആരാധിച്ചോ, പക്ഷേ നിങ്ങളുടെ വസ്തുവകകൾ, നിങ്ങളുടെ കുടുംബക്കാർ എല്ലാം എവിടെ ഇരിക്കണം? മിസ്രൈമിലിരിക്കണം. നിങ്ങൾക്ക് എത്ര വേണോ ആരാധിക്കാം, നിങ്ങൾക്ക് എവിടെ പോയി വേണോ ആരാധിക്കാം, ഇങ്ങനെ വേണോ ആരാധിച്ചോ, പക്ഷേ നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ വസ്തുവകകൾ എല്ലാം എവിടെ വേണം? മിസ്രൈമിൽ വേണം. പ്രിയമുള്ളവർ, ഇന്നും നമ്മൾ ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്നുണ്ട്,
നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, നമ്മൾ ദൈവവേല ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ നിക്ഷേപം എവിടെയായിരിക്കുന്നത്? കർത്താവ് പറഞ്ഞൊരു വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. അഭിഷേകത്തെക്കുറിച്ച് പലപ്പോഴും പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കും. നിങ്ങൾക്ക് അഭിഷേകം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടുമെന്നും കടഭാരം മാറുമെന്നും നിങ്ങളുടെ വിടുതൽ കിട്ടുമെന്നും പലതും നിങ്ങളുടെ അടുത്ത് പറയുമായിരിക്കും. പക്ഷെ ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇത് വെറുതെ നിങ്ങളെ ഇളക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം മാത്രമല്ല, അത് നിങ്ങളെ ലോകത്തിലോട്ട് കെട്ടിയിടാനുള്ള ഒരു ഫറവോൻ്റെ തന്ത്രവും കൂടെയാണ്. നമ്മുടെ സ്ഥലം ഇവിടെ അല്ല. നമ്മളൊരു വാഗ്ദത്ത ദേശത്തേക്ക് നോക്കി ഇറങ്ങിയവരാണ്. നിങ്ങൾ ആരെയും സ്നാനപ്പെടുത്തിയപ്പോഴത്തേക്ക് ഇന്ന് തൊട്ട് നിൻ്റെ കടഭാരം മാറുമെന്ന് പറഞ്ഞ് മുക്കിയെടുത്തവരില്ലല്ലോ. നിങ്ങളുടെ രോഗം മാറുമെന്ന് പറഞ്ഞ് നിങ്ങളെ സ്നാനപ്പെടുത്തിയിട്ടില്ലല്ലോ. നിങ്ങളുടെ പാരമ്പര്യ ശാപം മാറുമെന്ന് പറഞ്ഞ് സ്നാനപ്പെടുത്തിയിട്ടില്ലല്ലോ. നിങ്ങളെ സ്നാനപ്പെടുത്തിയപ്പോഴത്തേക്ക് അവസാനം പറഞ്ഞെന്താണ്? സ്നാനപ്പെട്ട് കയറിയ ഉടനെ ആദ്യം പറഞ്ഞെന്താണ്? ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക. എന്നാൽ കർത്താവ് എന്ത് തരും? വേറെ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും പാസ്റ്റർമാർ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരും എൻ്റെ അറിവിൽ പറയത്തില്ല. ഇന്ന് വേറെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുവാണ്, നിങ്ങൾ കർത്താവിനെ അനുഗമിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിനെ സ്വർഗത്തിൽ നിന്ന് മാറ്റി അല്ലെങ്കിൽ ദർശനത്തിൽ നിന്ന് മാറ്റി ഭൂമിയിലേക്ക് പിടിച്ചു കെട്ടാനുള്ള ഒരു തന്ത്രം മാത്രമാണത്. കാരണം ഒരു ദിവസം നമുക്കിവിടെ നിന്ന് പോകേണ്ടതായിട്ടുണ്ട്. അന്ന് പോകേണ്ട സമയത്ത് നമ്മളും അവസാനം ഇതുപോലൊരു സാഹചര്യത്തിലായി പോരുത്. പോയിട്ട് കർത്താവിനോട്, കർത്താവേ, ഞാനിപ്പോൾ വന്ന എൻ്റെ ഇവിടെ ഉള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല. എൻ്റെ ആടുമാടുകൾ, എനിക്കുള്ളത്, ഞാൻ നേടിയത്, എൻ്റെ സമ്പാദ്യം. അവരെത്രത്തോളം അവരുടെ ആ കണ്ണുകൾ കുരുടായിപ്പോയെന്ന് ആലോചിക്കണം. മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോൾ അവർക്ക് ഒന്നുമില്ലാതിരുന്നിടത്ത് ദൈവം കൊടുത്തതാണ് അവരുടെ ആടുമാടുകൾ. ദൈവം കൊണ്ടുപോകാന്ന് പറഞ്ഞ വാഗ്ദത്ത ദേശത്ത് അവരുടെ ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങളെ നടത്തിയ ദൈവത്തിന് അവരുടെ ആടുമാടിന് വേണ്ടിയുള്ളത് കരുതുവാൻ കഴിയുമെന്ന് ചിന്തിക്കുവാൻ അവർക്ക് തോന്നിയില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ ജനം, ഈ 2 ഗോത്രക്കാർ, അവർ മോശയുമായിട്ട് റിക്വസ്റ്റ് ചെയ്ത് മോശ അവസാനം സമ്മതിക്കുന്നുണ്ട്. സമ്മതിക്കുന്നതിൻ്റെ ഒരു കണ്ടീഷൻ എന്തായിരുന്നു അറിയാമോ? നിങ്ങൾ പൊയ്ക്കോ, പക്ഷേ യുദ്ധം ചെയ്യാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, യുദ്ധം ചെയ്യാനൊക്കെ ഞങ്ങൾ വരാം. ഇവർ വാഗ്ദത്ത ദേശത്ത് പോകുന്നുണ്ട്, യുദ്ധം ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് അവിടെ എന്തില്ല? അവകാശമില്ല. ഇന്ന് വീട്ടിൽ പോയിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം, നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ട്, പള്ളി വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ നിക്ഷേപവും നമ്മുടെ അവകാശവും എവിടെ വെച്ചിരിക്കുന്നത്? വൈകുന്നേരം ആകുമ്പോൾ യുദ്ധം തീരും, അവർ തിരിച്ച് വീട്ടിൽ പോവും. വാഗ്ദത്ത ദേശത്ത് എനിക്ക് ഓഹരിയില്ല, എനിക്ക് അവകാശമില്ല. ഈ ഒരു കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളോടൊന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മുടെ സമയം ഏതാണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്നത്. അത് വ്യക്തിപരമായ സമയം മാത്രമായിരിക്കത്തില്ല, ഒരുപക്ഷെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലും നമ്മൾ പലപ്പോഴും നമുക്ക് കേൾക്കാൻ ഇഷ്ടം തോന്നുന്ന പ്രസംഗങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ ഹൃദയം പോകുന്നത് ലോകത്തിലേക്കാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു നിലവാരത്തെക്കുറിച്ച് എനിക്കൊരു ബോധ്യം തരുന്നില്ല, അല്ലെങ്കിൽ ദൈവം എൻ്റെ ഉള്ളിൽ എന്നെ കുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്കെവിടെയോ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഹൃദയം, നമ്മുടെ ചിന്ത എപ്പോഴോ പിശാച് നമ്മുടെ ദർശനത്തിൽ നിന്ന് മാറ്റി ഈ ലോകത്തിലേക്ക് മാറ്റി എന്നത് മാത്രമാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കട്ടെ, ഞാനിത് എന്നോടും കൂടെ ചേർത്തുള്ളൊരു മെസ്സേജ് തന്നെയാണ്. അല്ലാതെ എന്താ പറയുക, നമുക്കൊരിക്കലും നമ്മളെ മാറ്റി നിർത്താൻ പറ്റത്തില്ലല്ലോ. ഒരു പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ ഒരിടത്തൊരു വാക്യമുണ്ട്. ഇവർ മിസ്രൈമിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ മോശ പാടുന്നൊരു പാട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനോട് ചേർന്ന് അതിലൊരു കാര്യം ഇവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത്, നിങ്ങൾ നാളെ ഒരു സമയത്ത് എന്നെ വിട്ടു പോകും. കർത്താവ് പറയുന്നത്, എന്നെ വിട്ട് നിങ്ങൾ മാറിപ്പോകും. അന്ന് ദൈവത്തെ അറിയാത്ത ജാതികളെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് ജനിപ്പിക്കും എന്ന് കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്. പുറപ്പാട് പുസ്തകത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇന്ന് പലപ്പോഴും നമ്മളിവിടെ നിൽക്കുമ്പോൾ, സാംജാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇന്ന് പുറത്ത് ജാതികൾ നമ്മളെ കളിയാക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മളെ ഒരു എന്താ പറയുക, ഒരു തമാശയായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഒന്ന് ചിന്തിച്ചോണം, ദൈവം ജാതികളെ കൊണ്ട് നമുക്ക്
എരിവ് വരുത്തുന്നതാണ്. കുറച്ചാളുമ്പോൾ എനിക്കതൊരു അനുഭവം ഉണ്ടായി. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം യോഗയെക്കുറിച്ച് പറയുമായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന പറയുകയാണ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപയോഗമുണ്ട്, അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളൊക്കെ നമുക്ക് ക്ലാരിറ്റി വേണം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ സ്വഭാവം, നമ്മുടെ ദേഷ്യമൊക്കെ മാറും, ഇങ്ങനെല്ലാം പറയുമ്പോൾ ഞാൻ പറയുകയാണില്ല, ഒരു പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കും, ഒരു ദൈവവൈദ്യൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അവസാനം ഈ ഡിസ്കഷൻ തീർക്കാൻ വേണ്ടി പുള്ളി പറഞ്ഞൊരു ഒറ്റൊരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, ഈ യോഗ ചെയ്യുന്നവർ ഇങ്ങനെയൊക്കെ ജീവിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ആരിങ്ങനെ ജീവിക്കുന്നത് ആ ഒരു പരിസരത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് എനിക്ക് നല്ല കിട്ടേണ്ടതുപോലെ കിട്ടി, വേറെ ആരും കേട്ടില്ല. അന്നൊരു പക്ഷേ അങ്ങേര് പറഞ്ഞ അവൻ എന്നോട് പറയുമായിരുന്നു, അങ്ങനെ ജീവിക്കുന്ന നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, വേറെ ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിന്നിവിടെ വന്നിരിക്കും വേറെ രീതിയിൽ പ്രസംഗിച്ചാണ്. പക്ഷെ അന്ന് അവൻ പറഞ്ഞത് ആരെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ്, അതിനർത്ഥം ഒരു പക്ഷേ അവൻ എന്നെയും കണ്ടിട്ടില്ല. അങ്ങനെ പ്രിയമുള്ളവരെ, പലപ്പോഴും ഇതൊക്കെ കേൾക്കുമ്പോഴെങ്കിലും നമുക്ക് ചെറുതായിട്ട് കുത്തുകൊള്ളണം കേട്ടോ. ഇത് കേട്ടില്ലെങ്കിൽ കുത്തുകൊണ്ടില്ലെങ്കിൽ എന്തോ വലിയ പ്രശ്നമുണ്ട്. കാരണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റേജിൽ നിന്ന് പാസ്റ്റർ പ്രസംഗിച്ചിട്ടോ നമ്മൾ കേട്ടില്ല, വിശ്വാസിയല്ലാത്ത ആൾക്കാർ പറയുമ്പോഴെങ്കിലും മനസ്സിലാക്കണം, കർത്താവ് പുറത്തുള്ള ആൾക്കാരെ കൊണ്ട് നമുക്ക് എരിവ് ജനിപ്പിക്കുന്നതാണ്. കാലങ്ങളടുത്ത് പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിനായിട്ട് ഒരുങ്ങാം, ദൈവത്തിൻ്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ചിന്തകളെല്ലാം മാറ്റി ദൈവരാജ്യം തന്നെ ആവട്ടെ നമ്മുടെ ചിന്ത. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.